വനിതാ ദിനത്തിലുണ്ടായ അഗ്നിബാധ നിയന്ത്രിക്കാൻ നിയമിതരായത് ഫയർഫോഴ്സിലെ വനിതാ ടീം. സുസ്ഥിരമായ സേവനം അവർ പൂർത്തീകരിച്ചു. തീ പടരാതിരിക്കാനും ആളപായമില്ലാതിരിക്കാനും വനിതാ ടീമിന്റെ പ്രവർത്തനം സഹായിച്ചു. കളമശ്ശേരിയിൽ വൻ തീപിടുത്തമെന്ന ഒറ്റ ഫോൺ കോളിൽ ഓടിയെത്തിയതാണ് ജൻസയും പ്രമീളയും അടങ്ങുന്ന ഫയർഫോഴ്സിലെ വനിതാ ടീം. പിന്നെ ആളിപ്പടർന്ന തീ അണയ്ക്കാൻ മുന്നിട്ടിറങ്ങി. മനോവീര്യത്തോടെ ആത്മവിശ്വാസത്തോടെ വനിതാ ദിനത്തിലും അവർ പൊരുതുമ്പോൾ ജോലികളിലെ ലിംഗഭേദം കൂടിയാണ് ഊട്ടിയുറപ്പിക്കുന്നത്. അതായത് വേറൊരു വേർതിരിവില്ലാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് മെന്നും അതുപോലെ തന്നെ വുമൻസും ഡ്യൂട്ടി ചെയ്യാറുള്ളത്. ദുരന്തമുഖത്തേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും. എന്നാലും അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓരോ വനിതകളും ഇതിലേക്ക് കടന്നു വരണം എന്നാണ് ഞാൻ പറയുന്നത്. അത് 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വനിതയ്ക്കും ഈ സിവിൽ ഡിഫൻസ് വോളണ്ടിയറിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. ഇതുപോലുള്ള തീപിടുത്തം അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ ചാടി അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അതൊക്കെ നമുക്ക് ധൈര്യപൂർവ്വം തന്നെ നമുക്കത് അഭിമുഖീകരിക്കാൻ പറ്റും. വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ അംഗമാണ് ജൻസ. പ്രമീള സിവിൽ ഡിഫൻസ് വളണ്ടിയറുമാണ്. ഇടതുപക്ഷ സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിലേക്ക് വനിതകളെ നിയമിച്ചപ്പോൾ അതിൽ പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ ബാച്ച് കൂടിയാണിവർ. ഏതു ദുരന്തമുഖത്തും മനോവീര്യത്തോടെ പൊരുതാൻ ഈ സ്ത്രീകൾ സജ്ജമാണ്. അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.